ഏറ്റവും ഭംഗിയായി ഉത്സവം നടത്തണമെന്നാണ് ഞാനും തെക്കേത്തലയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആലോചിക്കുന്നത്. എല്ലാ വർഷവും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും നല്ല പരിപാടികളും കാഴ്ചവെക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ചെറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. ഉത്സവം തമ്പുരാൻ നടത്തണം, നടത്തണം, നടക്കണം, നടക്കണം, നടത്തും നമ്മൾ. ഉഴമലയ്ക്കൽ ശ്രീ ലക്ഷ്മി മംഗലം ദേവീക്ഷേത്രത്തിലെ ഉഴമലയ്ക്കൽ തിരുവാതിര 5ാം തിരുമഹോത്സവം 2025 മാർച്ച് 2 മുതൽ 8 വരെയാണ് നടക്കുന്നത്. ഞങ്ങൾ ഉഴമലയ്ക്കൽ നിവാസികൾക്ക് ഇത് വലിയൊരു മഹാ ഉത്സവം തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ലൈറ്റിംഗ് എന്ന് വെച്ചാൽ സൂപ്പറായിരിക്കും ഇവിടെ. ഇപ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടി പരിപാടിയാണ്. ഏകദേശം പുതുക്കുളങ്ങര തൊട്ട് കുളപ്പട വരെ ലൈറ്റ് വാരി എറിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക് എങ്ങനെയുണ്ട് ഞങ്ങളെ ഉഴമലയ്ക്കൽ മഹാ ഉത്സവം. കണിമംഗലത്ത് ഉത്സവ കൊടിയേറ്റ് ആൽത്തറക്കാവിൽ കൊടിയേറ്റ് പൂജ നടക്കണു. കേൾക്കണില്ലേ മേളവും കഥനവെടിയും? 101 അല്ല 501 കഥനയാ പൊട്ടണത്. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാവിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധനയും. ഉത്സവം തുടിക്കുന്ന മനസ്സാവല്ലേ. എത്ര വലിയ പിണക്കമുണ്ടെങ്കിലും പരിഭവമുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും ആ മനസ്സൊന്നലിയാൽ ഒരൊറ്റ മൂല്യേ ഉള്ളൂ.